ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് മൊബൈലിൽ നിന്ന് ഡയറക്റ്റായിട്ട് എങ്ങനെയാണ് പേപ്പറിലേക്ക് ട്രേസ് ചെയ്തെടുക്കുന്നത് എന്നുള്ളൊരു കുഞ്ഞു വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇത് എംബ്രോയ്ഡറി മോട്ടീഫ് പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം നമുക്ക് ഒരുവിധം ആൾക്കാർക്കൊന്നും, കുറേ ആൾക്കാർക്ക് വരയ്ക്കാൻ അറിയുന്ന, കുറച്ച് ആൾക്കാർക്കൊന്നും വരയ്ക്കാൻ അറിയില്ല. പക്ഷേ എംബ്രോയ്ഡറി ചെയ്യാനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. അപ്പം നമുക്ക് എപ്പോഴും പോയി ട്രേസ് എടുക്കൽ ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതിങ്ങനെ നമ്മൾ മൊബൈലിലെ ബ്രൈറ്റ്നസ് മുഴുവനായിട്ടൊന്ന് കൂട്ടിയെടുക്കുക. അതിനുശേഷം ആ പിക്ചർ നമ്മളൊന്ന് എഡിറ്റ് കൊടുത്തിട്ട് ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഈ പിക്ചറിനെ രണ്ടായിട്ടാണ് കേട്ടോ ക്രോപ്പ് ചെയ്തെടുക്കുന്നത്. അതായത് നേരെ ഹാഫ് വെച്ചിട്ട് ക്രോപ്പ് ചെയ്തെടുക്കണം. ആദ്യം ഒരു പോർഷൻ കണ്ടോ, ഈ ഒരു ഇതളിൻ്റെ വെച്ചിട്ട് അതൊന്ന് നോട്ട് ചെയ്തിട്ടാണ് ഞാൻ ക്രോപ്പ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതിനെ സേവ് ചെയ്ത് കൊടുത്തു. അപ്പം ആദ്യത്തെ പോർഷൻ അവിടെ റെഡിയായി. ഇനി വീണ്ടും അതേ സെയിം പിക്ചറിൽ നമ്മൾ വീണ്ടും ഒന്നുകൂടി പോയി വീണ്ടും എഡിറ്റ് കൊടുക്കുകയാണ്. അതായത് നമ്മൾ ആദ്യം ആ നോട്ട് ചെയ്ത് വെച്ച ആ ഒരു പോയിൻ്റില്ലേ ഇതളിൻ്റെ അവിടെ കൊണ്ട് ചെന്ന് വെച്ച് അത്രയും ഭാഗം ക്രോപ്പ് ചെയ്ത് അതിനെ പിക്ചറിനെ മാറ്റി കൊടുക്കുകയാണ്. അപ്പം നമുക്ക് അടുത്ത പോർഷൻ അതായത് സെയിം അളവിൽ തന്നെ നമുക്ക് അടുത്ത പോർഷനും കിട്ടും. അതും നമുക്ക് ഇതുപോലെ സേവ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് രണ്ട് ഇമേജസ് ക്രോപ്പ് ചെയ്ത് കിട്ടി കേട്ടോ. ഇത് നമ്മുടെ ഫസ്റ്റ് പാർട്ട്, അത് നമ്മുടെ സെക്കൻഡ് പാർട്ട്. അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് ഇനി എങ്ങനെയാണ് പേപ്പറിലേക്ക് ട്രേസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആ ഒരു പകുതി പോർഷൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾ പേപ്പർ ഇതുപോലെ മൊബൈലിൻ്റെ മുകളിൽ വെച്ചിട്ട് കണ്ടോ. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ആ ഒരു ഇമേജ് കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ തീരെ നൈസായിട്ട് നമ്മളിങ്ങനെ വരഞ്ഞു കൊടുക്കുക. ഉണ്ടോ, ഇതുപോലെ തീരെ നൈസായിട്ട് ആ ഒരു പോർഷൻ, ആ ഒരു ഹാഫ് പോർഷൻ ഇമേജിൻ്റെ ആ ഒരു ഹാഫ് പോർഷൻ നമ്മളിതുപോലെ തീരെ നൈസായിട്ട് വരഞ്ഞു കൊടുക്കുക. പിന്നെ ചെറിയ ചെറിയ വരയൊക്കെ ഉള്ളത് നമുക്ക് ലൈൻസൊക്കെ നമുക്ക് വിട്ടു കൊടുക്കുക. അത് നമുക്ക് പിന്നെ കൈ വെച്ചിട്ട് അതിന് ശേഷം നമുക്ക് വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ആദ്യത്തെ ആ ഒരു പോർഷൻ നമ്മൾ ഏകദേശം മുഴുവനായിട്ട് വരച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ സെക്കൻഡ് പോർഷൻ, അതായത് അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് വരയ്ക്കാൻ പോകുന്നത്. അതായത് നമുക്ക് ആ ഒരു ഇമേജിൽ നിന്ന് അതിൻ്റെ ബാക്കി വരുന്ന പോർഷനിലേക്ക് കറക്റ്റായിട്ട് പേപ്പർ വെച്ച് കൊടുത്ത് നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ നമുക്ക് അതും ഇതുപോലെ ട്രേസ് എടുത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ ആ ഒരു ഇമേജ് നമ്മൾ വരഞ്ഞെടുത്തിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ ഇച്ചിരി ഡാർക്കിൽ നല്ല നീറ്റായിട്ട് ആ പേപ്പറിൽ ആ ഇമേജ് ഒന്നുകൂടി വരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ആ ഫ്ലവറിൻ്റെ സെൻറ്ററിലൊക്കെ ലൈൻസ് ഉണ്ടായിരുന്നു. അതൊന്നും നമ്മൾ ഈ പേപ്പറിൽ ട്രേസ് ചെയ്തപ്പോൾ വരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അതൊക്കെ ഈ പേപ്പറിലേക്ക് വരയുമ്പോൾ നീറ്റായിട്ട് ആ ലൈൻസും ആ ഡോട്ട്സും എല്ലാം കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. ഇങ്ങനെ നമ്മൾ നല്ല തിക്കായിട്ടൊന്ന് വരച്ച് ആ ഒരു ഫ്ലവറിനെ ഒരു ഷേപ്പിൽ ഇങ്ങനെ വരഞ്ഞെടുക്കുന്നു.
ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ പേപ്പറിലേക്ക് മൊബൈലിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഇങ്ങനെ ട്രേസ് എടുക്കാൻ സാധിക്കും. അപ്പം നമുക്ക് ഏത് ബുദ്ധിമുട്ടുള്ള ഒരു മോട്ടീഫ് നമുക്ക് ഇതുപോലെ ക്രോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചെടുക്കാൻ പറ്റും. വരയ്ക്കാൻ അറിയാത്തവർക്കും ഇതുപോലെ മൊബൈലിന് മുകളിൽ വെച്ചിട്ട് പേപ്പർ യൂസ് ചെയ്ത് ഇതുപോലെ വരഞ്ഞെടുക്കാൻ സാധിക്കും കേട്ടോ.